കേന്ദ്രമന്ത്രിസഭ പുനർസംഘടന തുടങ്ങിയിരിക്കുന്നു എന്നുള്ള വിവരം നമ്മളെല്ലാവരും അറിഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് ഇപ്പം നമുക്കറിയാം CJP പ്രതിഷേധം കഴിഞ്ഞു. അതിൻ്റെ FCRA ബില്ല് പാസ്സാക്കുന്ന ആ സമയത്ത് പാർലമെന്റിൽ ഭയങ്കര ബഹളമായിരുന്നു. അമിത്ഷാ എത്തിയില്ല. അമിത്ഷാ ഒരുപാട് ബില്ലുകൾ പാസ്സാക്കാനുണ്ട്, അമിത്ഷാ വരുന്നില്ല എന്ന് പറഞ്ഞ് പ്രതിപക്ഷമൊക്കെ ഭയങ്കര ബഹളമായിരുന്നു. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ്സുകാരും മറ്റ് വേറെ ഇടതുപക്ഷവും എല്ലാവരും പ്രശ്നങ്ങളായിരുന്നു. എല്ലാ പാർട്ടിക്കാരും പ്രതിപക്ഷം മുഴുവൻ പ്രശ്നങ്ങളായിരുന്നു. അമിത്ഷാ വരുന്നില്ല, അമിത്ഷാ വരാത്തതുകൊണ്ട് പല കാര്യങ്ങളിലും പല ബില്ലുകളും പാസ്സാക്കാൻ പറ്റണില്ല എന്ന്. അപ്പോഴൊക്കെ വളരെയധികം സൈലൻസ് ആയിട്ടുള്ള ഒരു അമിത്ഷായാണ് നമ്മൾ കണ്ടത്. അപ്പം എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, ഈ BJP സർക്കാരിൻ്റെ ഓരോ തീരുമാനങ്ങളും ഒരു സൈലൻസ് കഴിയുമ്പോഴാണ് പെട്ടെന്ന് വരുന്നത്. നമുക്കറിയാം, ഒരു രാത്രി വെളുക്കുമ്പോഴാണ് നോട്ട് നിരോധനം വന്നത്. നമ്മൾ രാത്രി കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെയാണ് നമുക്ക് 500 രൂപയുടെ നോട്ടില്ല, അല്ലെങ്കിൽ 2000 രൂപയുടെ നോട്ട് ഇല്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് പെട്ടെന്നൊരു ഡിക്ലറേഷൻ വരുന്നു. പെട്ടെന്നാണ് കോവിഡിൻ്റെ പെട്ടെന്ന് പിറ്റേ ദിവസം മുഴുവൻ നിരോധനാജ്ഞ, ഒരു കോവിഡ് എല്ലാം ലോക്ക്ഡൗൺ ആകുന്ന ഒരു സമയം. അപ്പം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ തന്നെ മനസ്സിലാവും, അവർ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നിട്ടല്ല ഒരു വാർത്ത, എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞിട്ടല്ല ഒരു വാർത്ത പബ്ലിക്കിലേക്ക് വരുന്നത്. അവർ വളരെ സൈലന്റ് ആയിട്ട് ചിന്തിച്ചിട്ട് ഒരു ഡിസിഷൻ എടുത്തിട്ട് മാത്രമാണ് പബ്ലിക് അറിയുന്നത് എന്നുള്ള കാര്യം അല്ലെ. നോട്ട് നിരോധനം വന്നതും, അതേപോലെ ചൈനീസ് ഉൽപ്പന്നങ്ങൾ നിരോധിച്ചതും, ഡിമോണിറ്റൈസേഷൻ വന്നതും, പ്രൈവറ്റൈസേഷൻ വന്നതും എല്ലാം ഇതിൻ്റെ ഓരോ ഉദാഹരണങ്ങളായിട്ട് തന്നെ നമ്മൾ കണക്കിൽ എടുക്കേണ്ടി വരും. കാര്യം നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ അറിയാം, BJP സർക്കാരിൻ്റെ ഓരോ തീരുമാനവും വളരെ സൈലന്റ് ആയിട്ട് എടുത്ത തീരുമാനങ്ങളാണ്. അത് അവരുടെ ആ ഒരു ക്രോസ് സർക്കിളിൽ അവരാലോചിച്ചിട്ടെടുത്ത തീരുമാനങ്ങളാണ് പെട്ടെന്നായിട്ട് പബ്ലിക് അറിയുന്നത്. അതുപോലെ തന്നെ ഈ അമിത്ഷാ വളരെ സൈലന്റ് ആയിരുന്നു. പലരും പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ പറഞ്ഞു. അമിത്ഷാ എവിടെ പോയി, എന്ത് ചെയ്യുന്നു, വെറുതെ ഓഫീസിൽ വന്നിരിക്കുന്നു, പക്ഷെ പാർലമെന്റിൽ വരുന്നില്ല, സഭയിൽ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളം വെച്ചു. അന്നും ഇതുപോലെ 3-4 ബില്ലുകൾ പാസ്സാക്കാനുണ്ടെന്നും പറഞ്ഞു. അപ്പം ഇതിൻ്റെ പിന്നിൽ ഇപ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇത് വരുന്നത്. കാര്യം കഴിഞ്ഞ 2 ദിവസമായിട്ട് അമിത്ഷാ ഒരു സദേൺ സോണൽ കൗൺസിൽ മീറ്റിംഗ് എന്ന് പറഞ്ഞ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ എല്ലാം ഒരു മീറ്റിംഗ് തമിഴ്നാട്ടിൽ മഹാബലിപുരത്ത് വെച്ച് അമിത്ഷാ നടത്തിയിരുന്നു. ഇതാരും അറിഞ്ഞില്ല. പെട്ടെന്ന് ആ മീറ്റിംഗ് വന്നപ്പോഴാണ് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, തമിഴ്നാട് മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, ബാക്കിയെല്ലാം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ, സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എല്ലാ മുഖ്യമന്ത്രിമാരും ചീഫ് മിനിസ്റ്റേഴ്സിൻ്റെ ഒരു മീറ്റിംഗ് ആയിരുന്നത്. ആ മീറ്റിങ്ങിൽ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്തു. അങ്ങനെ ഡിസ്കസ് ചെയ്ത കൂട്ടത്തിൽ ആണ് ഭയങ്കര വലിയൊരു കാര്യം, അതായത് നമ്മുടെ മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ കുറിച്ച്. അപ്പം നമ്മുടെ കേരളത്തിൻ്റെ ഒരു ആവശ്യം എന്ന രീതിയിൽ പല പ്രാവശ്യം നമ്മൾ ആവശ്യപ്പെട്ടതാണ് എന്ന് സൂചിപ്പിക്കുമാറ് നമ്മുടെ കേരളത്തിന് ഒരു പുതിയ ഡാം പണിയണം എന്നാണ് കേരളത്തിൽ നിന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതിനകത്ത് മുഖ്യമന്ത്രി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്, അത് നമുക്ക് ഒട്ടും യോജിക്കാൻ പറ്റുന്നതുമല്ല. അത് ചിലപ്പോൾ മുഖ്യമന്ത്രി പെട്ടെന്ന് ആലോചിക്കാതെ പറഞ്ഞതാണോ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരും. കാരണം മുഖ്യമന്ത്രി അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് മുല്ലപ്പെരിയാർ ഡാം പുതുക്കി പണിയും, അല്ലെങ്കിൽ അത് പുതുക്കി പണിയുകയും ചെയ്യും. അതിനകത്ത് മുല്ലപ്പെരിയാർ ഡാമിലെ വെള്ളം മുഴുവൻ തമിഴ്നാടിന് കൊടുക്കുകയും ചെയ്യാം. അതിന് എത്രമാത്രം കോസ്റ്റ് വരുമോ ആ കോസ്റ്റ് മുഴുവൻ കേരള സർക്കാർ വഹിക്കുകയും ചെയ്യുന്നു പറഞ്ഞു. പക്ഷെ ഇത് എനിക്ക് തോന്നുന്നു പുള്ളി പെട്ടെന്ന് ആലോചിക്കാതെ എടുത്തൊരു തീരുമാനം പോലെ പറഞ്ഞതുപോലെ തോന്നി. പക്ഷെ ഇതിനകത്ത് തമിഴ്നാട് നിന്നും 2 ബോംബുകളാണ് ഇതിന് പകരമായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഒന്ന് ഇത് പറയുന്ന പോലെ ജലബോംബ്. നമ്മുടെ മുല്ലപ്പെരിയാർ അവരത് നമ്മൾക്ക് ഈ മുല്ലപ്പെരിയാർ ഡാം പണിയണമെങ്കിൽ ഇത്രയധികം രൂപ വേണം, ഒരു 3000 കോടി രൂപയോളം നമുക്ക് വേണം, 3000-4000 കോടി രൂപയോളം വേണം ഒരു ഡാം പുതിയത് പണിയാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പം തമിഴ്നാട്ടിൽ വിജയ് പറയുന്ന അങ്ങനെ പുതിയ ഡാം പണിയാൻ പറ്റില്ല, ഞങ്ങളത് സമ്മതിക്കില്ല എന്നും 152 അടി അത്രയും വെള്ളം നിലനിൽക്കുകയുള്ളൂ, അതുകൊണ്ട് അതിന് പറ്റില്ല, അത്രയും ആഴത്തിലെ വെള്ളം നിൽക്കുകയുള്ളൂ, അപ്പം അത് പറ്റില്ല, ഞങ്ങൾക്ക് പുതിയ ഡാം വേണ്ട എന്നാണ് അവർ പറയുന്നത്. പക്ഷേ അവർ പറയുന്നത്, അതിൻ്റെ കൂട്ടത്തിൽ അവർ പറയുകയും ചെയ്തു, ഞങ്ങൾക്ക് ഈ മുല്ലപ്പെരിയാർ ഡാം എന്താണെങ്കിലും ഞങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളം ഞങ്ങൾക്ക് തരികയും വേണം. അത് തന്നില്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള പച്ചക്കറികളൊന്നും കേരളത്തിലോട്ട് കടത്തി വിടൂല എന്ന് പറയുന്നു. അങ്ങനെ വലിയ 2 കാര്യങ്ങളാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതെല്ലാം ചർച്ചകൾ നടക്കുകയും ചെയ്തു. പക്ഷെ ഇതിൻ്റെ ഇടയിൽ ഈ മന്ത്രിസഭ പുനർസംഘടിപ്പിക്കുകയാണെന്ന് പറഞ്ഞല്ലോ, അതിനിടയിലാണ് ഈ അമിത്ഷാ ഇങ്ങനെ ഒരു ചർച്ചയ്ക്കും അതിനൊപ്പം തന്നെ വേറൊരു സൂചന കൂടി കിട്ടിയത്. DMK
ഈ NDA-യിലേക്ക് ലയിക്കുന്നു എന്നുള്ള ഒരു ന്യൂസും കൂടെ ഇതിൻ്റെ ഇടയിൽ വരുവാണ്. അപ്പം അങ്ങനെ വരുമ്പം DMK എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിനകത്ത് ഈ വിജയുടെ പാർട്ടി TVK. അപ്പം വിജയുടെ പാർട്ടി അല്ലാതെ മറ്റ് DMK എന്ന് പറയുമ്പം സ്റ്റാലിൻ്റെ അത് NDA-ക്ക് ഒരു സഖ്യം ചേരുകയാണെങ്കിൽ തീർച്ചയായും DMK-യിൽ നിന്ന് കേന്ദ്രമന്ത്രിമാർ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അറിയില്ല നമുക്ക് ആരൊക്കെ മന്ത്രിയാവുമെന്നു, എങ്കിലും DMK-യിൽ നിന്ന് കേന്ദ്രമന്ത്രിമാർ ഉണ്ടാവും എന്നുള്ളത് 100% ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ കനിമൊഴി മന്ത്രിയായേക്കാം, സ്റ്റാലിൻ ചിലപ്പോൾ മന്ത്രിയായേക്കാം, നമുക്കറിയാൻ പറ്റില്ല. പിന്നെ ഈ കേരളത്തിൽ നിന്ന് മന്ത്രി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് ഇപ്പൊ പൊതുവെ നോക്കുമ്പോൾ കേരളത്തിൽ നിന്നും ഒരു കേന്ദ്രമന്ത്രി എന്ന് പറഞ്ഞാൽ ചിലപ്പം ശോഭാ സുരേന്ദ്രന് ഒരു ചാൻസ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. സുരേന്ദ്രൻ പറ്റില്ല, സുരേന്ദ്രൻ ദേശീയ ജനറൽ സെക്രട്ടറി ആയി, അനിൽ ആന്റണി പറ്റില്ല. അങ്ങനെ അവരെല്ലാം മാറിക്കഴിയുമ്പോൾ ഇപ്പൊ ശോഭാ സുരേന്ദ്രന് ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമുക്കറിയില്ല ആരൊക്കെ എന്തൊക്കെയാവും. ഈ ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസ മന്ത്രിയായി രാജിവെച്ചതോടെ പ്രഹ്ലാദ് ജോഷിയാണ് വിദ്യാഭ്യാസ മന്ത്രിയാവുന്നത്. പക്ഷെ പീയൂഷ് ഗോയൽ എന്ന് പറഞ്ഞ ഒരു BJP-യുടെ ട്രഷററായി കേന്ദ്രത്തിൽ വരികയാണ്. പീയൂഷ് ഗോയൽ BJP-യുടെ ട്രഷററായിട്ട് വരികയും ചെയ്യുകയാണ്. അപ്പം മൊത്തത്തിൽ ഒരു യുവ മുന്നണിക്ക് അല്ലെങ്കിൽ ഈ ഒരു യുവനിരയെ ആയിരിക്കും BJP ഒരുക്കുന്നതെന്നുള്ള കാര്യം പറയേണ്ടിയിരിക്കുന്നു. കാര്യം ഇപ്പം ഇങ്ങനെയുള്ള ചർച്ചകൾ ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള യങ്സ്റ്റേഴ്സിൻ്റെ ഒരു ടീം വർക്കായിരിക്കും ഇനി BJP കേന്ദ്ര ഗവൺമെൻറ്റിന് വരാൻ പോകുന്നത് എന്ന് അമിത്ഷാ ഒരു സൂചന നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം ചിന്തിക്കാനും അതിനപ്പം ഒരു കാര്യമുണ്ട് ഇതിനകത്ത്, DMK NDA-ആയിട്ട് ലയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഗുണം ചെയ്യുന്നത് ഈ 2 ബില്ല് പാസ്സാക്കണമെന്ന് 33% സംവരണം അത് പാസ്സാക്കാം, ആ ബില്ല് പാസ്സാക്കാം. FCRA-യുടെ അതെ ബാക്കി 2-3 ബില്ലുകളുള്ളതും എല്ലാം ഇവർക്ക് സഖ്യമുണ്ടെങ്കിൽ ഇവർക്കത് പാസ്സാക്കിയെടുക്കാനും പറ്റും. 3-2 ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ഇവർക്ക് സുഖമായിട്ട് അത് പാസ്സാക്കിയെടുക്കാനും പറ്റും. അപ്പം അങ്ങനെയുള്ള ഒരു വലിയ കാര്യം പുള്ളിക്ക് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെയാണ് പുള്ളി ഇതിനു മുമ്പ് വലിയൊരു ബിഗ് സൈലൻസ് ആയിരുന്നു പുള്ളി എടുത്തിരുന്നത്. അപ്പം ഈ DMK NDA-ആയിട്ട് ലയിച്ചു കഴിയുമ്പോൾ നല്ല വലിയൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീമാണ് ഉണ്ടാവുന്നത്. ഈ BJP DMK കൂടെയുള്ളൊരു ടീം വർക്ക് ഉണ്ടാവും. പക്ഷെ കോൺഗ്രസിന് അതില്ല, കോൺഗ്രസിന് അത്രയും ഭൂരിപക്ഷം ഇല്ലതാനും. പക്ഷെ ഇതിനകത്ത് നമ്മൾ സൂചിപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവെന്ന് പറയുമ്പോൾ ഇത്രയും ഒരു കാര്യം വരുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് അത്രമാത്രം നമുക്കറിയാമല്ലോ. രാഹുൽ ഗാന്ധി ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ രാഹുൽ ഗാന്ധി ആ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചതിന് ആ 19 വയസ്സുള്ള ആ പയ്യൻ്റെ ഒപ്പം പോലീസ് സ്റ്റേഷനിൽ 6-7 മണിക്കൂറാണ് ധർണ നടത്തിയത്. പക്ഷേ ഇതൊരു പ്രതിപക്ഷ നേതാവ് വെറും ഒരു ഫോൺ കോളിലൂടെ ഇത് പരിഹരിക്കേണ്ട പ്രശ്നം അവിടെ പോയിരുന്ന് അത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു. പക്ഷേ കേന്ദ്ര മന്ത്രിസഭയിൽ ഇത്ര വലിയ വലിയ കാര്യങ്ങൾ നടക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് വളരെ സില്ലിയായി പോകുന്നുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരും. അപ്പോൾ എന്താണെങ്കിലും BJP കേന്ദ്ര മന്ത്രിസഭ പുതുക്കി പണിയാണ്. അതിനോടനുബന്ധിച്ചാണ് അമിത്ഷാ മഹാബലിപുരത്തെത്തിയത്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ മന്ത്രിമാരും എല്ലാവരുമായിട്ട് കൂടിക്കാഴ്ച നടത്തി. ഇതിനിടെ DMK NDA-യുമായിട്ട് ലയിക്കുന്നെന്ന ന്യൂസ് വന്നു. അങ്ങനെ മൊത്തത്തിൽ BJP ഒരു യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ഒരു ടീം വർക്കിന്റെ ഒരു പുതിയ പാനൽ രൂപവൽക്കരിക്കുകയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.